ഉറച്ച വിജയപ്രതീക്ഷയിലാണ് UDFന്റെ ക്യാമ്പ്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നും അത് UDFന് അനുകൂല തരംഗമാകുമെന്നുമാണ് പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നത്. നേതാക്കളുടെ വാക്കുകളിലും ആത്മവിശ്വാസം പ്രകടമാണ്. സംസ്ഥാനത്ത് ആകെ UDF തരംഗമുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDFന് 100 സീറ്റ് കിട്ടുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും തെരഞ്ഞെടുപ്പിന് ശേഷം ആത്മവിശ്വാസം വർദ്ധിച്ചുവെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഒക്കെ പ്രതികരിച്ചു. 100 സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമെന്ന് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പോളിംഗ് ശതമാനം കൂടിയത് നമ്മളും നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് തുടക്കം മുതലേ തന്നെ വിജയപ്രതീക്ഷയുണ്ട്. എറണാകുളം ജില്ലയിലും മലപ്പുറം ജില്ലയിലും പിന്നെ ഇടുക്കി, പത്തനംതിട്ട ഈ 4 ജില്ലകളിലും വയനാടുണ്ടാവും. 43 സീറ്റ് 5 ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ് ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഡീല് മുകളിലുള്ള നേതാക്കന്മാർ നടത്തിയ ഡീലാണ്. താഴെയുള്ള പ്രവർത്തകരത് പൊളിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. 100 സീറ്റ് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായിട്ടും കിട്ടും. അതിന്റെ ഒരു ചലനങ്ങളാണ് ഇന്നത്തെ പോളിംഗ് ദിവസം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. വി ആർ വെരി കോൺഫിഡന്റ്. എല്ലാ വിഭാഗത്തിന്റെയും വോട്ടുകൾ ഞങ്ങൾക്ക് ഏകീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുന്നത് പരാജയം ഉണ്ടാകുന്ന ഉറപ്പായപ്പോൾ അതിന് വേറെ റീസൺ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴേ തുടങ്ങിയതിന്റെ സൂചനയാണത്. അല്ലാതെ ഒന്നുമല്ല. എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായി. ഇതിനു വേണ്ടി കാത്തു നിൽക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് UDF കേരളത്തിൽ ശക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. പേരാവൂരിലും തെരഞ്ഞെടുപ്പ് ഫലം UDFന് പൂർണ്ണമായും അനുകൂലമായിരിക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാം തികഞ്ഞ ആത്മവിശ്വാസം. മോശം വരില്ല. എനിക്ക് ഇതുവരെ കിട്ടിയ ഭൂരിപക്ഷത്തിൽ ഏറ്റവും മുൻപിലുള്ള ഭൂരിപക്ഷമായിരിക്കും പ്രാവശ്യം. ടോട്ടലി ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് 100 സീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരേനടിയില്ല. ആത്മവിശ്വാസം കൂടുകയായിരുന്നു. എല്ലാ അർത്ഥത്തിലും ആത്മവിശ്വാസം കൂടും. ട്രെൻഡ് എല്ലാവരും ഓർത്താനും UDFന് അനുകൂലം തന്നെയാണ്. അപ്പോൾ UDF അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇടതുപക്ഷ നേതാക്കന്മാരുടെ വർത്തമാനം കേട്ടാലും അത് മനസ്സിലാവും. കാരണം അവരുടെ ആത്മവിശ്വാസക്കുറവ് പ്രകടമാണ്. UDFന് അനുകൂലമായ ഒരു തരംഗം തന്നെ ഉണ്ട് എന്നാണ് ഞങ്ങളുടെ. അതുകൊണ്ടാണ് ഈ 100 സീറ്റ് എന്നൊക്കെ പറയുന്നത്. ആ തരംഗം ഉണ്ട് എന്നാണ്. അതുപോലെ അങ്ങോട്ട് കോഴിക്കോട് ജില്ലയിലൊക്കെ മുഴുവൻ സീറ്റിലും പ്രതീക്ഷയാണ്. ഞങ്ങളുടെ ആത്മവിശ്വാസം വളരെ പ്രകടമാണല്ലോ. സതീശൻ പറഞ്ഞ കണക്കിലേക്ക് തന്നെ എത്തും. അതുതന്നെയാണ് ഞങ്ങളുടെയൊക്കെ തോന്നൽ. റോഷിപാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. റോഷിപാൽ, മെയ് 4 ഇനി ഒന്ന് പ്രഖ്യാപിച്ചാൽ മതി. അത്ര ലാഘവത്തോടു കൂടിയാണ് UDFന്റെ ക്യാമ്പുള്ളത്. മുഖ്യമന്ത്രി ചർച്ചകളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് കേൾവി. മാധു, ഏതാണ്ട് ഇനി 25 ദിവസമുണ്ട് ഫലമറിയാൻ വേണ്ടി. പക്ഷേ കോൺഗ്രസും UDFും ഒന്നാകെ പ്രതീക്ഷയോടെയാണ് ആ ഫലത്തെ കാത്തിരിക്കുന്നത്. എന്തായാലും അധികാരത്തിലെത്താൻ കഴിയുമെന്ന് പ്രാഥമിക കണക്കുകളിലൂടെ കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. ഇന്ന് രാത്രി 8:30 സ്ഥാനാർത്ഥികളുടെ യോഗം അടിയന്തരമായി അത് KPCC വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ തെരഞ്ഞെടുപ്പ് ദിവസത്തെ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ സാഹചര്യങ്ങൾ, മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ എന്താണെന്ന് നേതാക്കൾ അന്വേഷിക്കുന്നു. അത് വിലയിരുത്താൻ വേണ്ടി, അവലോകനം ചെയ്യാൻ വേണ്ടിയാണ് യോഗം. നിലവിൽ പ്രാഥമിക കണക്കിൽ 88 സീറ്റിൽ വിജയം സുനിശ്ചിതമെന്നാണ് KPCCയുടെ വിലയിരുത്തൽ. 100 സീറ്റ് വരെ വിജയിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതാണ് 100 സീറ്റിൽ വിജയിക്കുമെന്ന് നേതാക്കൾ ഒന്നാകെ പറയുന്നത്. സർക്കാരിനെതിരെയുള്ള വികാരം, ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് അലയടിച്ചു എന്നാണ് വിലയിരുത്തൽ. മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളൊക്കെ UDFന് അനുകൂലമായി ഏകോപനമുണ്ടായിട്ടുണ്ട് എന്നും കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെയാണ് UDF നേതൃത്വം പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് കാത്തിരിക്കുന്ന. മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട ചില കോണുകളിൽ നിന്നും പലതരത്തിലുള്ള ചർച്ചകൾക്ക് തുടക്കമായി കഴിഞ്ഞു എന്നതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. ഷിയാസ് തുടങ്ങി വയ്ക്കുന്നു. പിന്നീട് ലിജുവിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകുന്നു. ഏതായാലും ഇനി തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപനത്തിന് കാത്തിരിക്കാൻ സാധ്യതയില്ല. അതിനു മുമ്പ് തന്നെ ആ തരത്തിലുള്ള ചർച്ചകൾ, മുഖ്യമന്ത്രി ആരാകണം, മന്ത്രി ആരാകണം എന്നുള്ള ചർച്ചകൾ കോൺഗ്രസിൽ അത് പരസ്യമായും രഹസ്യമായും നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാധു, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. വലിയ ശുഭപ്രതീക്ഷയിൽ, ആത്മവിശ്വാസത്തിലൊക്കെയാണ് UDFന്റെ ക്യാമ്പ്. കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് വിധിയെഴുത്ത് എന്ന് ഏറെക്കുറെ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന തരത്തിലാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾ. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അപ്പോൾ LDF. മുന്നണി മികച്ച വിജയം നേടുമെന്ന് LDFന്റെ കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ഫലം വന്നതിന് ശേഷം പിണറായി തന്നെയോ എന്നും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വോട്ടുകൾ കിട്ടിയതായി മുഹമ്മദ് റിയാസും പ്രതികരിച്ചു. UDF ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ച ഒരു രീതി തുടർച്ചയായി കളവ് പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരവും ജനങ്ങളിൽ നിന്നുണ്ടായില്ല. സോഷ്യൽ മീഡിയ ആണെങ്കിൽ അങ്ങേയറ്റത്തെ ജനവിരുദ്ധ നിലപാടുകൾ ഉയർത്താനാണ് ശ്രമിച്ചത്. സ്ഥാനാർത്ഥികളെ പോലും വ്യക്തിപരമായി ആക്ഷേപിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതിനുള്ള സംഘടിതമായ ശ്രമം നടത്തുകയുണ്ടായി. ജില്ലകളിൽ നിന്നും ഞാൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് LDFന് വളരെ നല്ല
പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു വിജയം തന്നെ ഉണ്ടാവും എന്നാണ്. അതായത് ഭരണ തുടർച്ച. ഞങ്ങൾ ലക്ഷ്യം വെച്ചത് സെഞ്ചുറി തികയ്ക്കാനാണ് ചുരുങ്ങിയത്. അതിന് മുകളിലേക്ക് പോകണമെന്നുള്ള തരത്തിലാണ്. ആരാണ് സർക്കാരിനെ നയിക്കാൻ പോകുന്നത്? ഞങ്ങൾ ആ കാര്യം തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു കഴിഞ്ഞാൽ ഉടനെയാണ്. ഇവിടെ 5 കൊല്ലം MLA എന്നുള്ള നിലയിൽ നടത്തിയ വികസന പ്രവർത്തനവും ജനങ്ങൾക്കൊപ്പം നിന്നതും വോട്ടായി മാറും. അത് 100% ഉറച്ച കാര്യമാണ്. പൊതുവെ മതനിരപേക്ഷ വോട്ടർമാരിൽ ഇടതുപക്ഷ ഗവൺമെന്റിന് അനുകൂലമാണ് എന്നാണ് പൊതുവെ കരുതാൻ സാധിക്കുന്നത്. സ്റ്റേറ്റിൽ LDF മികച്ച വിജയമുണ്ടാകും. റഹീസ് റഷീദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. റഹീസ, 3-ാം ഊഴം ഉറപ്പിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനം എന്നുള്ളതാണ് ജനറൽ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നത്. യാതൊരു തരത്തിലുള്ള ആത്മവിശ്വാസക്കുറവും LDF-നുമില്ല ഈ വലിയ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയതിന് പിന്നാലെ. മധു, ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന കാര്യത്തിന് LDF-നോ CPM-നോ ഒരു സംശയവുമില്ല. അത് ഉണ്ടാകും എന്ന് തന്നെ നേതാക്കളെല്ലാം ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ പ്രചരണ സമയത്ത് 110 സീറ്റ് എന്ന വലിയൊരു ടാർഗറ്റ് ഇട്ടിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയത്. പക്ഷെ അത്ര വലിയൊരു ആത്മവിശ്വാസം വോട്ടെടുപ്പിന് ശേഷം CPM നേതാക്കൾ പ്രകടിപ്പിക്കുന്നില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏറ്റവും കുറഞ്ഞത് 80 സീറ്റെങ്കിലും നേടി അധികാരത്തിൽ എത്തും എന്നതാണ് പാർട്ടി പ്രാഥമികമായി കണക്ക് കൂട്ടുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട്, തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ എല്ലാ കാലത്തും പാർട്ടിക്കൊപ്പം, മുന്നണിക്കൊപ്പം ഉറച്ചു നിന്ന മണ്ഡലങ്ങളാണ് ആ ജില്ലകളിലേത്. അവിടെയൊന്നും UDF അവകാശപ്പെടുന്നത് പോലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കില്ല എന്നതാണ് നേതൃത്വം കണക്ക് കൂട്ടുന്നത്. മറ്റൊന്ന്, ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമാകി പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. അത് തിരിച്ചു വന്നു. മുഴുവൻ വന്നു എന്ന് നേതാക്കൾ അവകാശപ്പെടുന്നില്ല. അതിൻ്റെ ഒരു ഭാഗം വോട്ട് തിരിച്ചെത്തി. അതുകൊണ്ട് ഒരു 80 സീറ്റെങ്കിലും കിട്ടി അധികാരത്തിലേക്ക് എത്തും എന്ന ആത്മവിശ്വാസമാണ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. മറ്റന്നാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. അതിനു മുമ്പ് 140 മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും കണക്കെടുത്ത് ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും CPM-ന്റെ മനസ്സിലിരിപ്പ് കൃത്യമായി പുറത്തറിയാൻ കഴിയുക. ഇടതു ക്യാമ്പിൽ ആത്മവിശ്വാസം വ്യക്തമാക്കുകയാണ് റഹീസ് റഷീദ്. അതേസമയത്ത് സംസ്ഥാനത്ത് വിസ്മയ കുതിപ്പുണ്ടാകുമെന്നാണ് NDA ക്യാമ്പ് കരുതുന്നത്. നേമവും കഴക്കൂട്ടവും പാലക്കാട്ടും മഞ്ചേശ്വരവും ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ വിജയമുറപ്പെന്ന് BJP പ്രതീക്ഷിക്കുന്നു. BJP നിർണായക ശക്തിയാകുമെന്നാണ് നേതാക്കളുടെ അവകാശവാദം. BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. NDA മുന്നോട്ട് വെച്ച പോസിറ്റീവ് ക്യാമ്പയിൻ ജനം സ്വീകരിച്ചുവെന്നും രാജീവ് ചന്ദ്രശേഖർ. ഞാൻ സാമാന്യ ബുദ്ധിയോട് പറയാം, ഈ ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷനാണ്. ടേൺ ഔട്ട് ഞാൻ ആദ്യം മുതൽ പറയുന്നതാണ്. ടേൺ ഔട്ട് കാണുമ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഇത് നിർണായകമായ ഇലക്ഷനാക്കി മാറ്റാൻ. അങ്ങനെ അതുകൊണ്ടാണ് ഇത്ര വലിയ നല്ല ടേൺ ഔട്ട്. ആ ടേൺ ഔട്ടിൻ്റെ എന്തായിരിക്കും ഇഫക്റ്റ് അത് നമുക്ക് മെയ് 4-ാം തീയതി കാണാം. AK അഭിലാഷിന്റെ വിവരങ്ങളുമായി. AK അഭിലാഷ്, സംസ്ഥാനത്ത് വിസ്മയ കുതിപ്പ് എന്നുള്ളതാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ ആത്മവിശ്വാസം. 4 മണ്ഡലങ്ങളെങ്കിലും ചുരുങ്ങിയത് താമരക്കുമ്പിളിലാകും എന്നാണ്. മാധു, ചരിത്രപരമായ വിജയമായിരിക്കും ഈ കേരളത്തിൽ ഇത്തവണ ഉണ്ടാവുക എന്നാണ് BJP നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതായത് 5 മുതൽ 10 വരെ സീറ്റുകളിൽ അവർക്ക് വിജയപ്രതീക്ഷയുണ്ട് എന്ന് തന്നെ അവർ പറയുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേമവും കഴക്കൂട്ടവും പാലക്കാടും മഞ്ചേശ്വരവും അടങ്ങിയ 4 മണ്ഡലങ്ങൾ തന്നെയാണ് എന്നതാണ് വസ്തുത. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. അത് ഏകപക്ഷീയമായി UDF-ന് അതിന്റെ ഗുണം ലഭിക്കില്ല. അതിനൊരു പങ്ക് BJPക്ക് കൂടി ലഭിക്കുമെന്നതിനാണ് നേതാക്കൾ പറയുന്നത്. അത്തരത്തിൽ വരികയാണെങ്കിൽ അവർ A ക്ലാസ് മണ്ഡലങ്ങളായി കരുതുന്ന 32 സ്ഥലത്തും വലിയ തരത്തിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കാൻ അവർക്ക് കഴിയും. അതോടൊപ്പം തന്നെ 60 സീറ്റുകളിലെങ്കിലും മികച്ച മുന്നേറ്റം ഉണ്ടാക്കുകയും 2031 ആകുമ്പോഴത്തേക്ക് അതും A ക്ലാസ് മണ്ഡലങ്ങളായി മാറും എന്നുള്ള ശുഭപ്രതീക്ഷ കൂടി BJP നേതാക്കളുടെ ഭാഗത്ത് വരികയും ചെയ്തത്. ഏതായാലും ഒരു ത്രിശങ്കു മന്ത്രിസഭ പോലും BJP പ്രതീക്ഷ വെക്കുന്നു എന്നുള്ളതാണ് രസകരമായ കാര്യം. അത്തരത്തിലൊരു ത്രിശങ്കു വരികയാണെങ്കിൽ അവിടെയും തങ്ങളുടെ റോൾ നിർവഹിക്കാൻ കഴിയുന്ന തരത്തിൽ BJP വളർന്നിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ പാലക്കാട് ഡീൽ സംബന്ധിച്ച വിവാദങ്ങൾ, അതോടൊപ്പം തന്നെ പാലക്കാട്ടെ വോട്ടിൽ കോഴ സംഭവിച്ച വിവാദങ്ങളൊക്കെ BJP ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് അവർ കരുതുന്നേയില്ല. അത് ജനങ്ങളെ അല്ലെങ്കിൽ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടില്ല എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് BJPയും അതോടൊപ്പം തന്നെ NDA സഖ്യവും നിലവിലുള്ളത്. AK അഭിലാഷ് വിവരങ്ങൾ നൽകിയത്. 3 മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായ ഒരു വിധിയെഴുത്താകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ആര് സംസ്ഥാനം ഭരിച്ചാലും എത്ര സീറ്റുകൾ നേടിയാലും അത് ചരിത്രമാകുമെന്നതാണ് നമ്മളുടെയൊക്കെ ഒരു ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നത്. കാത്തിരിക്കാം അല്ലേ നമുക്ക്.